हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് ശ്ലോകം ഒന്ന് കഴിഞ്ഞല്ലോ. 41ാമത്തെ ശ്ലോകം കഴിഞ്ഞു. വികർത്ത ഗഹനോ ഗുഹ. അപ്പം ഇന്ന് 42, 43 ചെല്ലാം നമുക്ക്. 42ഉം 43ഉം ഒന്നിച്ച് കേൾക്കുന്നവർക്ക് ചെല്ലണമെങ്കിൽ ചെല്ലാം, പുസ്തകമുണ്ടെങ്കിൽ പുസ്തകം നോക്കി വായിക്കാം, എന്താ ചെയ്യാം. വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനതോ ധ്രുവ പരമഃ പരർദ്ധി പരമസ്പഷ്ട തുഷ്ടഃ പുഷ്ടശുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നേയോ നയോനയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമാ. ഇന്നത്തെ നാമം 385. വ്യവസ്ഥാന. വ്യവസ്ഥാന മീൻസ് യാതൊരുവനിൽ ആരൊരുത്തനിൽ വിശ്വം ഉറച്ചു നിൽക്കുന്നുവോ അവൻ. ഈ വിശ്വം, ഈ പ്രപഞ്ചം ഉറച്ച് ആരിലാണോ നിൽക്കുന്നത്, ആരുടെ ശക്തി കൊണ്ടാണോ നിൽക്കുന്നത്, അവൻ വ്യവസ്ഥാന. അതല്ലെങ്കിൽ വേറൊരർത്ഥം, ഏതൊരുത്തനാണോ വിശ്വത്തിന് വ്യവസ്ഥ നൽകിയത്. ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു ഓർഡർലിനെസ്. ആ വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾക്കെല്ലാം കൽപ്പിച്ചു കൊടുത്ത് ഇന്ന വ്യവസ്ഥയിൽ വേണം നിങ്ങളൊക്കെ വ്യവഹരിക്കാൻ എന്ന് പറഞ്ഞൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അയാളാണ് വ്യവസ്ഥാനൻ. ഇത് രണ്ടുമാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് നാമത്തിനും ഭഗവാൻ എങ്ങനെയാണ് അർഹപ്പെടുക എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഒന്ന്, ഏതൊരുവനിലാണോ ഈ വിശ്വം ഉറച്ചു നിൽക്കുന്നത്. ദ വേൾഡ് ഈസ് സേഫ് ഇൻ സംബഡീസ് ഹാൻഡ്സ്. ഇതിൽ തീപിടുത്തോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ അപായോ അപകടമോ ഒന്നും ടോട്ടൽ ജഗത്തിന് ഉണ്ടാവാതെ സൂക്ഷിക്കുന്നത് ആര്? ആരുടെ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്? വിശ്വത്തിൻ്റെ ഉറച്ചു നിൽപ്പ് സംഭവിക്കുന്നത് ആര് കാരണമാണോ, ആരുടെ പ്രഭാവം കൊണ്ടാണോ, അവനാണ് വ്യവസ്ഥാനൻ. മനസ്സിലായില്ലേ? ഈ ജഗത്ത് അല്ലെങ്കിൽ വിശ്വം അല്ലെങ്കിൽ ലോകം ചിന്നിച്ചിതറിപ്പോകാതെ, ഗോളങ്ങളൊന്നും താഴോട്ട് വീഴാതെ, വായു, ശിംശുമാരൻ, ചന്ദ്രൻ, ഇതിനെയൊക്കെ ധ്രുവനക്ഷത്രത്തിൽ ബന്ധപ്പെടുത്തി ആരോ ഒരാൾ, പേരൊന്നും പറയുന്നില്ല, അപ്പോൾ നിലനിർത്തുന്നു അല്ലേ? അല്ലെങ്കിൽ ഇതൊന്നും ഇങ്ങനെ നിലനിൽക്കില്ലല്ലോ. നിനക്ക് അവിടെ ഇവിടെയൊക്കെ ഘടിപ്പിച്ചിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അതാളാണ് വ്യവസ്ഥാനൻ. ഓറിഡി പേരൊന്നും ഇപ്പോൾ പറയണ്ട. പെട്ടെന്ന് നമ്മുടെ അറിവിലേക്ക് വേണ്ടി ഭഗവാൻ എന്ന് പറയാം. ഒന്ന് ആലോചിച്ചു, ഇക്കണ്ട ഗ്രഹങ്ങൾ
നവഗ്രഹങ്ങൾ, സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, ദ ഫുൾ ഗലാക്സി, ഗലാക്സിയോ അങ്ങനത്തെ എത്ര ഗലാക്സി, ഫുൾ മിൽക്കി വേ, അങ്ങനത്തെ എത്ര മിൽക്കി വേ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എറണാകുളം തൃശ്ശൂരൊന്നുമല്ല, ഈ ലോകമല്ല, അമേരിക്കയും ചൈനയും ജപ്പാനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ലോകമല്ല. ലോകം ഈസ് ഓൺലി എ ബ്ലോട്ട്, ഒരു ചെറിയൊരു സൂചി, ഒട്ടുസൂചി കുത്ത്. എത്ര ലോകങ്ങളുണ്ട്, എത്ര ഗ്രഹങ്ങളുണ്ട്, നമ്മളെക്കാൾ സൈസ് കൂടുതലായിട്ടുള്ള ഗ്രഹങ്ങൾ. നവഗ്രഹങ്ങളിൽ തന്നെ നോക്കൂ, ശനി, ശുക്രൻ, എത്ര ഗ്രഹങ്ങൾ, എത്ര എത്ര നക്ഷത്രങ്ങൾ. അപ്പോ നക്ഷത്ര വിപക്ഷപക്ഷ ലക്ഷങ്ങളും തൽക്ഷണം അത്ര കണ്ടാൾ. എത്രയോ ലക്ഷക്കണക്കിനുള്ള നക്ഷത്രങ്ങൾ. ചില നക്ഷത്രങ്ങളുടെ വെളിച്ചം തന്നെ ഭൂമിയിലേക്ക് ഇനി വീണിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ദൂരത്ത് അവർ നിൽക്കണം ആലോചിച്ച് നോക്കൂ. ചന്ദ്രൻ, സൂര്യൻ, അങ്ങനെയുള്ള പല മിൽക്കി വേ, പല ഗലാക്സികൾ, ഇതൊക്കെ ഏത് ശക്തി കൊണ്ടാണ് മുകളിൽ നിന്ന് പിടിച്ച് നിൽക്കുന്നത്? ഇവർക്കാർക്കും ന്യൂട്ടനെ പേടിയില്ലേ? സർ ഐസാക് ന്യൂട്ടനെ പേടിയില്ലേ ഗ്രഹങ്ങൾക്കൊന്നും? എങ്ങനെയത് അവിടെ അങ്ങനെ നിൽക്കണത്? ചന്ദ്രൻ ഒരു മുട്ടുകാലും ഇല്ല, അതിന് ഒരു താങ്ങി കൊടുക്കണ ഒരു പില്ലറൊന്നുമില്ല സൂര്യനും ചന്ദ്രനും, സൂര്യഗ്രഹത്തിന്, ചന്ദ്രഗ്രഹത്തിന്. ചൊവ്വ, വ്യാഴം, ശുക്രൻ, ബൃഹസ്പതി, രാഹു, കേതു, ഇതിനൊക്കെ എവിടെ വല്ല തൂണും കൊടുത്തിട്ടുണ്ടോ? നമ്മൾ നെടുംതൂണ് കൊടുത്തിട്ടുണ്ടോ താങ്ങി അവിടെ നിൽക്കാൻ? അങ്ങനെ എത്രയോ ഗ്രഹങ്ങൾ ലോകത്തിലുണ്ട്, എത്രയോ ഭൂമികൾ ലോകത്തിലുണ്ട്, എത്രയോ മിൽക്കി വേ ലോകത്തിലുണ്ട്, എത്രയോ ഗലാക്സികൾ ലോകത്തിലുണ്ട്. ഇതൊന്നും എവിടെയും പൊട്ടിത്തെറിച്ച് താഴത്തേക്ക് വീണില്ലല്ലോ. എന്തേ? ഗ്രാവിറ്റേഷൻ അവർക്ക് ബാധകല്ലേ? ഐസാക് ന്യൂട്ടനെ കാരണപ്പാട്ടിനെ അങ്ങോട്ട് അവർക്കാർക്കും പേടിയില്ലേ? എന്തുകൊണ്ടാണ് വീഴാത്തത്? വെള്ളത്തോളുടെ ഒരു രസകരമായിട്ടൊരു ചെറിയ കവിതയിൽ 2 ഈരടിയുണ്ട്. താഴത്തേക്കെന്തിത്ര സൂക്ഷിച്ചു നോക്കുന്നു താരകളെ നിങ്ങൾ നിശ്ചലമായി, നിങ്ങൾ തൻ കൂട്ടത്തിൽ നിന്നിപ്പോൾ ആരാനും ഭംഗമാർന്നൂഴിയിൽ വീണുപോയോ? നക്ഷത്രങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാ കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ പകച്ച് നോക്കി നിൽക്കണം? നിങ്ങളുടെ ആൾക്കാരെല്ലാവരും താഴത്തേക്ക് വീണു, ഇവിടെ ആരും ഇല്ല, ഇങ്ങടെ ആരും വീണിട്ടില്ല അല്ലേ? മാന്യമായിട്ടുള്ളൊരു ചോദ്യമല്ലേ വെള്ളത്തോളിൻ്റെ. എന്തുകൊണ്ടാണ് നക്ഷത്രം താഴത്തേക്ക് വീഴാത്തത്? എന്ത് ശക്തി കൊണ്ടാണ് അവിടെ ന്യൂട്ടനെ നിഷേധിച്ച് അവരവിടെ നിൽക്കുന്നത്? ഡിഫൈങ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്തുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്? വൈ എന്നല്ല, ഹൗ. എന്ത് ശക്തി ഉപയോഗിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്? എങ്ങനെയാണ് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷനിലോടത്തോളം കാലം? എന്താ താഴത്തേക്ക് വീഴാത്തത്? ന്യൂട്ടനത് പറഞ്ഞിട്ടില്ല. എല്ലാ സംഗതികളും ഭൂമി അട്രാക്ട് ചെയ്യണു, ഭൂമി അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭൂമിയിലേക്ക് വീണു, ഇത്രയല്ലേ ന്യൂട്ടൻ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഭൂമി ആകർഷിക്കുന്ന പല സാധനങ്ങൾ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് വീഴുന്നില്ല? ആൻസർ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ളടിത്തട്ടു പാർത്തു കണ്ടറിഞ്ഞ ആധ്യാത്മിക ശാസ്ത്രജ്ഞന്മാർക്ക്, നമ്മളുടെ പ്രിയപ്പെട്ട മഹർഷിമാർക്ക് അതിന് ഉത്തരമുണ്ടായിരുന്നു, വ്യക്തമായ ഉത്തരം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഗോളങ്ങൾ മുഴുവൻ ആകർഷണ ശക്തിക്ക് ആവാതെ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ന്യൂട്ടൻ പറഞ്ഞിട്ടില്ല അത്. AD 528 വെച്ചാൽ ക്രിസ്തീയാബ്ദം 528 എന്നർത്ഥം, രചിച്ചിട്ടുള്ള ഒരു സിദ്ധാന്ത ശിരോമണി എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. സിദ്ധാന്ത ശിരോമണി ഭാസ്കരാചാര്യൻ രണ്ടാമൻ, സെക്കൻഡ് ഭാസ്കരാചാര്യ, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് സിദ്ധാന്ത ശിരോമണി.
അതിൽ ഭുവനാധ്യായം, ഭുവനകോശം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഈ പുസ്തകം അവൈലബിളാണ്, ഞാൻ പറഞ്ഞൊന്നല്ല. അത് ഏത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ പോയാലും പുസ്തകം കിട്ടും. സിദ്ധാന്ത ശിരോമണി, ഒന്നുകൂടി പറഞ്ഞു, സിദ്ധാന്ത ശിരോമണി ബൈ ഭാസ്കരാചാര്യ 2. ആ പുസ്തകം ഒന്ന് എടുത്തിട്ട് ഏത് ഭാഷയിലും ഉണ്ടത്. ഭുവനാധ്യായം, ഭുവനകോശം എന്നൊരു ഭാഗത്ത് നിന്ന് മറച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു 6ാമത്തെ ശ്ലോകമാണെന്ന് എനിക്ക് തോന്നുന്നു. AD എന്ന് പറഞ്ഞാൽ സർ ഐസാക് ന്യൂട്ടൺ ജനിച്ചത് 1670-ലാണ്. AD 1670-ലാണ് സർ ഐസാക് ന്യൂട്ടൺ ജനിച്ചത്. ഭാസ്കരാചാര്യ 2 ഈ പുസ്തകം എഴുതിയതെന്നാ, ജനിച്ചതല്ല, ഈ പുസ്തകം എഴുതിയതെന്നാ AD 528. അപ്പോൾ സർ ഐസാക് ന്യൂട്ടൻ്റെ മുത്തച്ഛൻ ജനിക്കുന്നതിൻ്റെ ഏതാണ്ട് 1000 കൊല്ലം മുമ്പ് സിദ്ധാന്ത ശിരോമണി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലത്തെ ആ പ്രസക്ത ഭാഗം ഞാനൊന്ന് ചൊല്ലി കേൾപ്പിക്കാം നിങ്ങൾക്ക്. ഓർമ്മയിൽ നിന്ന് ചിലപ്പോൾ തെറ്റുകളുണ്ടായിരിക്കാം, ക്ഷമിക്കുക. ആകൃഷ്ടിശക്തിസ്തു മഹീതയായത് ഖസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്തിയാ ആകർഷ്യത്തെ തത് പതതീവ ഭാതി സമേ സമാന്തത്വ പതത്യൈഖ്യേ. ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത്, ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം വസ്തുക്കളെ ശക്തി കൊണ്ട് ഭൂമി തന്നിലേക്ക് ആകർഷിക്കുന്നുവോ, മനസ്സിലായില്ലേ? ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം വസ്തുക്കളുടെ ശക്തി കൊണ്ട് ഭൂമിയിൽ തന്നിലേക്ക് ആകർഷിക്കുന്നുവോ, ബൈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത് ഖസ്ത്വം ഗുരും, ഖസ്ത്വമായാലും ശരി ഗുരു ആയാലും ശരി, ഖസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്തിയ, ബൈ ഷിയർ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, ഭൂമിയുടെ സ്വന്തം ശക്തി കൊണ്ട്, മഹിയിലുള്ള ഭൂമി, മഹി എന്ന് പറയുന്ന ഭൂമിയുടെ ശക്തി കൊണ്ട് ആകർഷ്യതേ തത് പതതീവ ഭാതി, ആ ആകർഷണ ശക്തി കൊണ്ട് ഭൂമിയിലേക്ക് എല്ലാം പതിക്കുന്നു. ഏതെല്ലാം വസ്തുക്കളെ ഭൂമിക്ക് ആകർഷിക്കാൻ ശക്തിയുള്ളതാണോ ആ ശക്തിയുള്ള പദാർത്ഥങ്ങളെല്ലാം സ്വശക്തി കൊണ്ട് ഭൂമിയിലേക്ക് ആകർഷിക്കാനുള്ള ശക്തി കൊണ്ട് ആ ഭൂമി തന്നിലേക്ക് പതിപ്പിക്കുന്നു. ഈ 3 വരിയിലാണ് സർ ഐസാക് ന്യൂട്ടൺ പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ. ആകൃഷ്ടി ശക്തിസ്തു മഹീതയായത് ഖസ്ത്വം ഗുരും സ്വാഭിമുഖം സ്വശക്തിയ ആകർഷതേ തത് പതതീവ ഭാതി. പിന്നത്തെ വരിയാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഗോളങ്ങൾ എല്ലാം പൊട്ടി വീഴുന്നില്ല? എല്ലാ ഗോളങ്ങളെ ആകർഷിക്കാനുള്ള ശക്തിയില്ലേ? ഭൂമി ചന്ദ്രനെ എന്തുകൊണ്ട് ആകർഷിച്ച് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? സൂര്യനെ എന്തുകൊണ്ട് ആകർഷിച്ച് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? നക്ഷത്രങ്ങളെ എന്തുകൊണ്ട് ആകർഷിച്ച് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? ചൊവ്വാഗ്രഹത്തിനെ എന്തുകൊണ്ട് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? ശനിഗ്രഹത്തിനെ എന്തുകൊണ്ട് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? മറ്റുള്ള ഗ്രഹങ്ങളെ എന്തുകൊണ്ട് താഴത്തേക്ക് വീഴ്ത്തുന്നില്ല? എങ്ങനെയാണ് അഥവാ യാതൊരു കെട്ടും പൂട്ടും ഇല്ലാണ്ട് ഒരു തൂങ്ങും താണും ഇല്ലാണ്ട് എങ്ങനെ അവിടെ നിൽക്കണു? ഭൂമിയുടെ ആകർഷണ ശക്തി എന്താ അവരെ ആകർഷിക്കാത്തത്? ഭാസ്കരാചാര്യൻ പറയണു, സമേ സമാന്തത്വ പതത്വയം ഘേ, തുല്യ ശക്തിയാൽ എല്ലാ ദിശകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളങ്ങൾ ശക്തി കൊണ്ട് അവരവരുടെ ആകർഷണ ശക്തി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞാൽ എവിടെ പതിക്കാനാ? എല്ലാ ഗോളങ്ങൾക്കും ആകർഷണ ശക്തിയുണ്ട്. ആ ആകർഷണ ശക്തി വെച്ചിട്ട് എല്ലാ ഗോളങ്ങളും അങ്ങോട്ട് അന്യോന്യം വലിക്കുകയാണ്. അങ്ങനെ വലിച്ചു വിടുമ്പോൾ ഒരു സസ്പെൻഡഡ് ആനിമേഷൻ പോലെ അത് താഴത്തേക്ക് വീഴാതെ അതേ ലെവലിൽ നിൽക്കുന്നു. അപ്പോൾ എന്തൊരു ആകർഷണ ശക്തി അതിൻ്റെ നോക്ക്. എത്ര ഗോളങ്ങളുണ്ട്, എത്ര ഭൂമികളുണ്ട്, എത്ര നക്ഷത്രങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് ലീസ്റ്റ് കോമൺ ഫാക്ടർ, LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുത്തിട്ട് ഇതിൻ്റെ ആകർഷണ ശക്തി, ഓരോന്നിൻ്റെയും ആകർഷണ ശക്തി, അതിൻ്റെ സ്പീഡ്,
അതൊക്കെ കണക്കാക്കിയിട്ട് എല്ലാറ്റിനും ഒന്നിച്ച് ഒരേപോലെ ആകർഷണശക്തിയിൽ അങ്ങോട്ട് റൈറ്റിലേക്ക് വലിക്കുന്ന ആകർഷണശക്തി തന്നെയായിരിക്കണം ലെഫ്റ്റിലേക്ക് വലിക്കുന്നതും. ഒരേ ആകർഷണ ശക്തി ആയിരിക്കണം. എന്തായാലും കണക്ക് പറയാം, PSI ESI എന്തൊക്കെയോ പറയില്ലേ, ആ PSI രണ്ടും ഒന്നായിരിക്കണം. ഇല്ലെങ്കിൽ ഒരു PSI കുറഞ്ഞാൽ ആ സൈഡ് താഴത്തേക്ക് വീഴും. പിന്നാക്കം വലിക്കുന്നതും മുന്നോട്ട് വലിക്കുന്നതും കീഴ്പോട്ട് വലിക്കുന്നതും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും വലിക്കുന്നതും എല്ലാം ഓരോന്നിൻ്റെയും ഈക്വലായിരിക്കണം. എന്നാൽ മാത്രമേ ആയിട്ട് നിൽക്കുള്ളൂ, അല്ലേ? ശക്തിയുള്ളിടത്തേക്ക് വലിച്ചാൽ അവൻ അങ്ങോട്ട് പോവില്ലേ? സമേ സമാന്താത് എന്നാ പറഞ്ഞിരിക്കണവിടെ. സമേ സമാന്താത്, ഈക്വൽ ഫോഴ്സ്. പദത്വയം ഖേ ഖേ എന്താ പറയുക, ഘടം, ആകാശം. ആകാശത്തിൽ നിന്ന് എങ്ങനെ കീഴ്പ്പെട്ട് വധിക്കാനാ? മനസ്സിലായില്ലേ? ഇത് ഇതിൻ്റെ ശാസ്ത്രവശം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ മഹർഷിമാര് എത്ര ദീർഘവീക്ഷണമുള്ളവരാ. ഗ്രാവിറ്റേഷനെ ഫോഴ്സിനെ കുറിച്ച് വർണ്ണിക്കുക മാത്രമല്ല, അതിൻ്റെ എഫക്റ്റ് എന്തുകൊണ്ടാണ് മറ്റുള്ള ഗ്രഹങ്ങൾക്കില്ലാതെ ഇവരെല്ലാം തൂങ്ങി ആകാശത്ത് ഇങ്ങനെ രസഗോള കെട്ടിയിട്ട പോലെ. പണ്ട് ഈ കട്ടിലിൻ്റെ മുകളിലൊക്കെ രസഗോളം കെട്ടിയിടും. രസഗോളല്ല, രസക്കുടുക്ക കണ്ടിട്ടുണ്ട്, പഴയ വീടുകളിലൊക്കെ കാണും. ഇന്നിപ്പോൾ രസക്കുടുക്ക എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. പണ്ട് അവിടെ ഇങ്ങനെ കെട്ടിയിടും. അതൊക്കെ ഡെക്കറേഷൻ പീസസാണ്, രസക്കുടുക്ക എന്ന് അതിന് പറയാം. അത് കെട്ടിയിട്ട പോലെ എങ്ങനെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം അങ്ങനെ രസക്കുടുക്ക കെട്ടിയിട്ട പോലെ എങ്ങനെ നിൽക്കണത്? ഒന്നോ എത്ര എണ്ണം? അതിൻ്റെ വ്യാപ്തി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജസ്റ്റ് തിങ്ക് ഓഫ് ഇറ്റ്. ഒരു ഇമാജിനറി ഫ്ലൈറ്റ് ഒന്ന് എടുത്ത് നോക്കൂ. ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഒക്കെ. വെള്ളത്തിൽ ചോദിക്കണേൽ എന്താ തെറ്റ്? നിങ്ങളുടെ ആരെങ്കിലും താഴത്തേക്ക് വീണ് പോകുന്നുണ്ടോ? അങ്ങോട്ട് വീഴില്ല. ഇത്രയും thousands and lakhs of stars are all attracted to each other, and because of the same equal force, സമേ സമാന്താ പതത്യയംഖേ. എങ്ങനെയാ പതിക്കുക? എങ്ങനെയാ അത് പതിക്കുക എന്ന് ചോദിക്കണം. മനസ്സിലായോ? ഇത് തന്നെ ശാസ്ത്രവശം. വൈ എന്നുള്ള ചോദ്യത്തിന് ഹൗ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെയാണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടായിട്ടും അതിനെ ഡിഫൈ ചെയ്തിട്ട് അതിനെ അതിക്രമിച്ചിട്ട് ഒരു ലെവലേശം താഴത്തേക്ക് വീഴാതെ, ഭൂമിയുടെ ശക്തി അവരെ ആകർഷിക്കാതെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവരെ ആകർഷിക്കാതെ എങ്ങനെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഭാസ്കരാചാര്യൻ പറഞ്ഞത്. ബിക്കോസ് ഈസ് എ സയൻറ്റിസ്റ്റ്. എന്തുകൊണ്ട് എന്നുള്ളതിന് ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. അത് മലയാളത്തിൽ രണ്ടാമത്തെ അക്ഷരം ആ. അത് ഭഗവാന്റെ ഇച്ഛ, ലീല ഭഗവാൻ. എന്തിനാ അങ്ങനെ ചെയ്തേ ഭഗവാൻ? അത് കളി, അതാണ് കളി. അതൊക്കെ കൂടി പൊട്ടിച്ചാടിച്ചാലോ എന്താ ചെയ്യാൻ പറഞ്ഞു. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ചടപടോന്നങ്ങോട്ട് പൊട്ടിച്ചാടി ലൈക്ക് എ പാക്ക് ഓഫ് കാർഡ്സ്. വാട്ട് വിൽ ഇറ്റ് ഹാപ്പൻ? ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് ഭഗവാൻ അതൊരു കളിയായിട്ടെങ്കിൽ നമുക്ക് നല്ലതല്ലേ? ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാടി കഴിഞ്ഞാൽ ഈ ഓട് മുകളിലെ കൂരയിൽ നിന്ന് പൊട്ടിച്ചാടുന്ന പോലെ സ്വൈര്യമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉറങ്ങാം. ഇവരാരും ഇങ്ങോട്ട് വരില്ല, താഴത്തേക്ക് വീഴില്ല. മറ്റത് എപ്പോഴാണ് പൊട്ടിച്ചാടി വെച്ച് നോക്കി നിൽക്കണ്ടേ? 24 മണിക്കൂറും യു ഹാവ് ടു ലിവ് അണ്ടർ ഫിയർ. ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് നല്ല കാര്യമല്ലേ. അത് പിന്നെ എന്തിനാന്ന് ചോദിച്ചിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കണം. എന്തിനാ ആവട്ടെ. എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നില്ലേ ഭാസ്കരാചാര്യർ? അത് മനസ്സിലാക്കിയാൽ മതി. ആ ശാസ്ത്രം മനസ്സിലാക്കുക. എന്തിനാണെന്നുള്ളത് ആവശ്യമില്ലാണ്ടപ്പോൾ ചോദിക്കാൻ പോകണ്ട. അത് ചോദിക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്, അവിടെ എത്തുമ്പോൾ ചോദിക്കാം. നേരിട്ട് കാണില്ല അദ്ദേഹത്തിന്, ഫേസ് ടു ഫേസ് ടോക്ക് ഉണ്ടാവില്ലേ? അപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ചോദിച്ച് നമ്മൾ സമയം കളയണ്ട. അപ്പോൾ ചോദിക്കാം, പക്ഷെ അതിനൊക്കെ ഉത്തരം ഭഗവാന്റെ ലീല എന്നുള്ള അവിടെ ഫില്ല് ചെയ്താൽ മതി. വൈ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ലീല. മനസ്സിലായോ? ഒരു നേരം പോക്ക ഭഗവാന്റെ ആകർഷശക്തി ഭൂമിക്കുണ്ടെങ്കിലും ഇവരൊക്കെ ഞാൻ അതാത് സ്ഥലത്ത് കെട്ടിയിട്ടുള്ള അതൊരു ലീല. അതങ്ങനെയാണ്. ദാറ്റ്സ് ഇറ്റ്. എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? എന്തിനാണല്ലേ മനസ്സിലാകത്തുള്ളൂ?
അത് സമാധാനമുണ്ട്. പേടിക്കണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ശാസ്ത്രവശം മുഴുവൻ പറഞ്ഞൊന്നുമില്ലേ? പൊട്ടിച്ചാടി വീഴൊന്നുമില്ലല്ലോ. വേണ്ട, അതൊന്നും നല്ല കാര്യം. അപ്പം അതാണ് യാതൊരുവനിൽ വിശ്വം ഉറച്ചു നിൽക്കുന്നുവോ. ആരിലാണത് ഉറച്ചു നിൽക്കുന്നത്? ധൈര്യമായിട്ട് ഉറച്ചു നിൽക്കും. ഒന്നും പേടിക്കേണ്ട കുട്ടികളെ, നിങ്ങൾ കിടന്നുറങ്ങിക്കോളി. മേപ്പരൊന്നും താഴത്തേക്ക് വീഴില്ല. ഐ ഗ്യാരണ്ടി. ഞാൻ അതിനൊക്കെ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നും വീഴില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളി. നല്ല സ്വപ്നവും കണ്ട് ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങി പിറ്റേ ദിവസം കാലത്ത് നീട്ട് നിങ്ങളുടെ പണിയിൽ നിങ്ങളുടെ മുഴുകിക്കോളി. ഒന്നും പറ്റില്ല. അത് വിചാരിച്ചിട്ട് ഉറക്കം കളയണ്ട. അത് പൊട്ടിച്ചാടുകയാണാവോ, എപ്പോഴാണ് പൊട്ടിച്ചാടുകയാണാവോ, രാത്രി 2 മണിക്കാണെങ്കിലോ 1 മണിക്കാണെങ്കിലോ, ഒന്നും പേടിക്കണ്ട. നല്ല എല്ലാറ്റിനും വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു വ്യവസ്ഥയുണ്ട്. എന്താ? അത് താഴത്തേക്ക് വരില്ല എന്നുള്ളൊരു വ്യവസ്ഥ. അപ്പോൾ വ്യവസ്ഥാന, മനസ്സിലായോ? രണ്ടാമത്തെ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സൃഷ്ടികൾക്കും ഇതേപോലെ ഒരു വ്യവസ്ഥ ആയിട്ട് ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാൻ വ്യവസ്ഥാനം. സകല ജീവികൾക്കും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാൾക്കല്ല, ഒരു കാറ്റഗറി. ഓരോരുത്തർക്കും ഓരോ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു കോഡ് ഓഫ് കോണ്ടക്ട്. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവർ ബിഹേവ് ചെയ്യേണ്ടത്, ഇവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും. അത് ഈ ലോകത്തിലുള്ള സൃഷ്ടികൾക്ക് മുഴുവൻ, മനുഷ്യന്മാരെന്ന് വിചാരിക്കരുത്, എല്ലാ സൃഷ്ടികൾക്കും, മൂവിങ് ആൻഡ് മൂവബിൾസ് ആൻഡ് നോൺ മൂവബിൾസ്, എല്ലാറ്റിനും ഒരു ചിട്ടയുണ്ട്. പർവ്വതം അനങ്ങാൻ പാടില്ല പറഞ്ഞാൽ അത് അനങ്ങില്ല. അതിങ്ങനെ അനങ്ങി പോവുകയാണെങ്കിലോ അനങ്ങില്ല. അപ്പം എല്ലാ സൃഷ്ടികൾക്കും ഇതുപോലെ ഓരോ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാൻ വ്യവസ്ഥാനൻ, അങ്ങനെയും പറയാം. രണ്ടാമത് ഞാൻ പറഞ്ഞ അർത്ഥം. അപ്പം അതിന് വേണ്ട ലോകപാലകന്മാരെയൊക്കെ നിശ്ചയിച്ചു. എല്ലാവരും ഒരു ഓർഡർലി ആയിട്ട് നിർത്തണ്ട എല്ലാവരെയും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയാലും വിറ്റ വേലി നാല് പുറം വേലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചൂന്നു പോയാലോ. അപ്പോൾ അതിന് 8 ദിക്കുകളിലും 8 സെൻട്രിമാരെ നിർത്തി. ഈ ക്രിക്കറ്റ് ഫീൽഡിലൊക്കെ ബൗണ്ടറി പിടിക്കാൻ വേണ്ടി ആൾക്കാരെ പോസ്റ്റ് ചെയ്യില്ലേ, ബാറ്റ്സ്മാനെ ഫീൽഡേഴ്സിനെ പോസ്റ്റ് ചെയ്യില്ലേ ബൗണ്ടറീസിൽ. അങ്ങനെ പോസ്റ്റ് ചെയ്യണ പോലെ ലോകപാലകത്തിന് അധികാരികളായ വരുണൻ, വൈശ്രവണൻ, ഇന്ദ്രൻ, യമൻ, ഇങ്ങനെയുള്ള അഷ്ടദിക്പാലകന്മാർ, 8 ദിക്കുകളിലെ പാലിക്കുന്നവർ. ഓരോരോ ഫങ്ഷൻ അതാത് ആൾക്കാർക്ക് കൊടുത്തു. അതായത് ഫങ്ഷൻ്റെ അധീശൻ അതാത് ആൾക്കാർ. അപാമധീശം വരുണം ധനാനാം ജ്ഞാനാം പ്രഭും വൈഷ്ണവണം ചതത്വത്. അപാധിമീശം വെള്ളത്തിൻ്റെ ഈശൻ വരുണൻ, ധനാനാം ജ്ഞാജ്ഞം പ്രഭും വൈശ്രവണൻ, ചകാര ശക്രം മരുതാമധീശം. മരുത്തുക്കളുടെ അധീശനാരാ? ശക്രൻ, ദേവേന്ദ്രനാണ്. യമപിതൃണാം നിയമയമനസ്തി, പിതൃക്കളുടെ അടിസ്ഥാനം ആരാ? യമൻ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ദിക്കിൽ നിന്നും കൊണ്ട് അവരവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെൻട്രി ഡ്യൂട്ടികൾ കൊടുത്തു. നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കുക, ഇത് വരണത് ശ്രദ്ധിക്കുക, ആ ഭാഗത്ത് നിന്ന് വരണത് ശ്രദ്ധിക്കുക. അങ്ങനെ 8 ദിക്കിൽ അഷ്ടദിക്പാലകന്മാരെന്ന് പറയുന്നത്. അപ്പം ജലത്തിൻ്റെ അധിപതിയായിരുന്നു വരുണൻ, ധനത്തിൻ്റെ പ്രഭുവായി വൈശ്രവണൻ, വായുവിൻ്റെ അല്ലെങ്കിൽ മരുത്തുക്കളുടെ പ്രഭുവായി ദേവേന്ദ്രൻ, പിതൃക്കളുടെ അധീശനായി യമൻ. ഇങ്ങനെ സൃഷ്ടിച്ചു നടത്തും. ഓരോരുത്തരെ പുരാണങ്ങളിലൊക്കെ വളരെയധികം, ഭാഗവതത്തിലൊക്കെ വളരെയധികം വിപുലമായിട്ട് അർത്ഥം പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും നമ്മൾ കടന്ന് സമയം കളയണ്ട. അതൊക്കെ ഒരു റിസർച്ച് സ്റ്റഡി ആയിട്ട് നടത്താൻ താല്പര്യമുള്ളവർക്ക് നടത്താം. അഷ്ടദിക്പാലന്മാരുടെ കഥ എന്താണ് എന്നൊക്കെ നമുക്ക് പിന്നെ ആവശ്യമുള്ളവർക്ക് ഭാഗവതത്തിലോ അല്ലെങ്കിൽ അതാത് പുരാണങ്ങളിലൊക്കെ പഠിക്കാം. വായു പുരാണം, വരുണ പുരാണമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതൊക്കെ റിസർച്ച് ലെവലിലേ വേണ്ടു. ഇതൊക്കെ നമ്മൾ വിശ്വസഹസ്രനാമത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കൂട്ടാനും ഉപ്പിലിട്ട് കൂട്ടണ പോലെ കൂട്ടാനേ വേണ്ടു. അത് കൂട്ടാൻ പോലെ കോരി വെച്ച് കൂട്ടേണ്ട കാര്യമില്ല. അതൊരു രസത്തിനും തൊട്ട് കൂട്ടുക, അത്ര ഇതൊക്കെ ഉള്ളൂ. ഈ ഡീവിയേഷൻസൊക്കെ അതാണ്, മനസ്സിലായി. പിന്നെ ഈ ലോകത്തിനെ ഫുൾ ഒരു വ്യവസ്ഥയിൽ നിർത്തണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വേണം, ഭരണപരിഷ്കാരം ഇല്ലേ ഉണ്ടാവണ്ടേ. ഒരു എന്താ പറയുക, ഭരണ
ഘടന കൊണ്ടുവരണ്ടേ? നമുക്കുള്ളത് ഭരണഘടനയല്ല, മരണഘടനയാണ്. ഭഗവാൻ അങ്ങനെ പറ്റില്ല. ഭഗവാന് ഭരണഘടന തന്നെ വേണ്ടേ, ഭരിക്കാനുള്ളൊരു ഘടന വേണ്ടേ, ഒരു വ്യവസ്ഥിതി വേണ്ടേ. എന്താ ചില്ലറ കാര്യമാണ് നോക്കുക, എന്തൊക്കെ മാനേജ് ചെയ്യണം ഭഗവാന്, എന്തെല്ലാം രീതിയിൽ വ്യവസ്ഥകൾ വെക്കണം. സൃഷ്ടികളെ ജരായുജം, മണ്ഡായുജം, സ്വേദജം, ഉദ്ഭിജം എന്ന 4 തരങ്ങളായിട്ട് സൃഷ്ടി തിരിച്ചു. ഈ 4 തരത്തിലുള്ള സൃഷ്ടി ഉണ്ടാവുള്ളൂ. ജരായുജം, അണ്ടായുജം, ശ്വേതായുജം, ഉദ്ഭിജം. നമ്മൾ മുമ്പ് പറഞ്ഞതാ. യോനിയിൽ നിന്ന് വരുന്ന സൃഷ്ടികൾ, വിശർപ്പിൽ നിന്ന് വരുന്ന സൃഷ്ടികൾ, ഭൂമിയിൽ നിന്ന് വരുന്ന സൃഷ്ടികൾ, അങ്ങനെ 4 തരത്തിലുള്ള സൃഷ്ടികളെ ജരായുധം, അണ്ടജം, സ്വേദജം വിശർപ്പ്, ഉദ്ഭിജം എന്ന് 4ആയിട്ട് തിരിച്ചു. ആ വ്യവസ്ഥ ഇന്നും പാലിക്കപ്പെടുന്നുണ്ട്. 5ാമതൊരു സൃഷ്ടിയില്ല. എല്ലാ സൃഷ്ടികളും ഈ ഏതെങ്കിലും 4 കാറ്റഗറിയിൽ വിടും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്ന് 4 വർണ്ണങ്ങളുണ്ടാക്കി. ശ്രദ്ധിക്കണേ, വർണ്ണങ്ങൾ എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, ജാതി എന്നല്ല. വളരെ വളരെ വ്യത്യാസമുണ്ട്. ജാതിയും വർണ്ണമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ജാതി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് രാഷ്ട്രീയക്കാർ അതിനൊരു കളറും ചുവയൊക്കെ കൊടുത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. അത് വേറെ വിഷയം, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ എന്ന് 4 വർണ്ണങ്ങളുണ്ടാക്കി. ആകപ്പാടെ നമ്മളിൽ ഉണ്ടായിരുന്ന 3 ഗുണങ്ങളെ ആസ്പദമാക്കി 4 വർണ്ണങ്ങളുണ്ടാക്കി. ബ്രഹ്മചര്യം, ഗ്രാഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന 4 ആശ്രമങ്ങളുണ്ടാക്കി. ഇങ്ങനെയുള്ള വിഭാഗങ്ങളുടെ പ്രവൃത്തിയും ലക്ഷ്യവും വ്യവസ്ഥ ചെയ്തിട്ടുള്ളവനാണ് വ്യവസ്ഥാനൻ. ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ഈ പറഞ്ഞതൊക്കെ ഇന്നുമില്ലേ? എത്ര കൊല്ലം മുമ്പാണ് സൃഷ്ടി നടന്നത്? എല്ലാവർക്കും വല്ല ഐഡിയ ഉണ്ടോ? സൃഷ്ടിയുടെ തുടക്കമായി അതാ ചോദിക്കണം. ആദി, അനാദി. അപ്പോൾ ചെയ്തിട്ടുള്ള വ്യവസ്ഥകൾ അതൊക്കെ. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശങ്കരാചാര്യരാണ് ചോറ്റാനിക്കരയിലെയും നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെയും പൂജാവിധാനങ്ങൾക്കുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയത്. ഇപ്പോൾ മനസ്സിലായോ വ്യവസ്ഥ വെച്ചാൽ എന്താണ്? അതിനൊരു ചിട്ടയില്ലേ? മറ്റത് തോന്നുമ്പോൾ നട ഓർക്കുക, തോന്നുമ്പോൾ പൂജിക്കുക, തോന്നുന്ന മന്ത്രം ചെല്ലുക, തോന്നുന്ന നിവേദ്യം വയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടേ. അദ്ദേഹത്തിൻ്റെ അടി പറ്റി മൂക്കൂത്തി കാലത്ത് വീണപ്പോഴാണ് വിചാരിച്ച ഇവിടെ അങ്ങനെ കളിക്കേണ്ട ആളല്ല ഇവിടെ ഇരിക്കണത്, അദ്ദേഹത്തിന് വേണ്ട പോലെ പരിചരിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട്, എന്ന് മനസ്സിലോർത്തിട്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഭജന ഇരുന്നിട്ട് അവിടുത്തെ പൂജാവിധികളെല്ലാം റെക്കോർഡ് ചെയ്ത് കൊടുത്തത് ചോറ്റാനിക്കരയും മൂകാംബിയിലും. അത് ഈ 3 ക്ഷേത്രത്തിലും ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് ആ വ്യവസ്ഥ. 1200 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥ. ഇതെത്ര കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥ ഇതൊക്കെ? ഈ 4 തരത്തിലുള്ള സൃഷ്ടികൾ, 4 തരത്തിലുള്ള വർണ്ണങ്ങൾ, 4 തരത്തിലുള്ള ആശ്രമങ്ങൾ, ഈ വ്യവസ്ഥയൊക്കെ എന്നുണ്ടാക്കി വെച്ചതാ? അതൊക്കെ ഇപ്പോഴും നടക്കണില്ലേ? ഇതന്നെയല്ലേ നടക്കുന്നുള്ളൂ, വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. അതെത്ര? ഒരു കാറ്റഗറിക്കോ, ഒരാൾക്കോ, അല്ലെങ്കിൽ ഒരു കാറ്റഗറിക്കോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ടോ? അല്ല. ഈ യജ്ഞത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? 16 ലക്ഷം തരം ജന്തുക്കൾ. നമ്പറല്ല, പോപ്പുലേഷനല്ല ഞാൻ പറഞ്ഞത്, കാറ്റഗറിയാണ് പറഞ്ഞത്. 14 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ. ഓന്തല്ല, അരണയല്ല, പാമ്പല്ല, എന്താണ് പച്ചിലപ്പാമ്പ്, എന്താ പറയുക, ഈ ഗ്രാസ് ഹോപ്പറല്ല, ഉറുമ്പല്ല, മൂട്ടല്ല, കൊതു. അപ്പം ഇങ്ങനെ കൊതു, മൂട്ട, കീട്ട എന്നുള്ള കാറ്റഗറിയിൽ ഇട്ട് കഴിഞ്ഞാൽ 16 ലക്ഷം തരം ജന്തുക്കളുണ്ട് ഈ ലോകത്തിൽ. നാല് ലക്ഷം തരം സസ്യലതാദികൾ. വാട്സപ്പിലൊക്കെ ഇടയ്ക്ക് ചില ഫോട്ടോകളൊക്കെ വരണ കാണാറില്ലേ? ഒരു അത്ഭുതം വേണ്ട. 4 ലക്ഷം രീതിയിലുള്ള സസ്യലതാദികളാണ് ലോകത്തിലുള്ളത്. 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ.
അനന്തകോടി സൂക്ഷ്മ ജീവികൾ, മൈക്രോബ്സ്, ബാക്ടീരിയ, കൃമികൾ, ഇൻക്ലൂഡിങ് കൊറോണ കൃമി, ഹാലോവീൻസ്. ഞാൻ 2 ദിവസം മുമ്പൊരു കണ്ടില്ലേ ഫോർവേഡ്. എന്തൊരു സൃഷ്ടിയത്! കൊറോണയുടെ ബാക്ടീരിയ നോക്കൂ, അത് ബാക്ടീരിയനല്ലേ ഇത്? ഒരു കൃമിയല്ലേ ഇത്? എത്ര തരം കൃമികൾ ആലോചിച്ച് നോക്കൂ. മൈക്രോബ്സ്, എന്താ പറയുക, ബാക്ടീരിയകൾ, അനന്ത കോടിക്കണക്കിന് സൂക്ഷ്മ രൂപത്തിലുള്ളവരെ. 72 പൾസ് പെർ സെക്കൻഡ്, 16 ശ്വാസോച്ഛ്വാസം പെർ സെക്കൻഡ്. ആറ് ലിറ്റർ രക്തം ഓരോ കോശത്തിലും ഒരു ദിവസം എത്തുന്നു. 6 ലിറ്റർ ബ്ലഡ് ഒരു കോശത്തിൽ ഒരു ദിവസം എത്തുന്നു. ഒരു ജന്മത്തിലല്ല, ഒരു സെഞ്ചുറിയിലല്ല. 6 liters ഓഫ് ബ്ലഡ് എവറി ഡേ. ദഹനത്തിന് ആവശ്യമായിട്ടുള്ള എൻസൈംസ് നമ്മൾ കടിച്ചിറക്കണില്ലേ പല സാധനങ്ങളും, ഒക്കെ ദഹിക്കണ്ടേ? അതിനൊരു കെമിക്കൽ വേണ്ട, ഒരാവശ്യം, ഒരു ചെറിയൊരു എന്താ പറയുക കാറ്റലിസ്റ്റ് വേണ്ടേ അത് ദഹിപ്പിക്കാൻ, പ്രോസസ്സ്. അല്ലെങ്കിൽ കഴിക്കണ സ്പീഡ് എന്താണെന്ന് വിചാരിക്കണം, ഫ്രീക്വൻസി എന്താണെന്ന് വിചാരിക്കണം, അതേ ഫ്രീക്വൻസിയിൽ ദഹിപ്പിക്കും വേണ്ടേ? ഇൻപുട്ടിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടും വേണ്ടേ? അത് ഡിസ്പോസ് ചെയ്ത് വിടണ്ടേ ഇവിടുന്ന്? അതിനൊരാളെ അവിടെ വെച്ചിട്ടില്ലേ? അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തം പചാമ്യന്നം ചതുർവിധം. 4 വിധത്തിലുള്ള ഭോജനങ്ങൾ, ചതുർവിധമായിട്ടുള്ള ഭോജനങ്ങൾ കഴിച്ച ഈ രാക്ഷസന്മാർ, അവർ കഴിക്കണതൊക്കെ ദഹിപ്പിക്കണ്ടേ അതേ സ്പീഡിൽ? അതിനൊരു എൻസൈം വേണം. ആ എൻസൈം എവിടെ ഉണ്ടാക്കുക? പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുമോ? അതിന് ചെറിയൊരു സെറ്റപ്പ്, ചെറിയൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ സെറ്റപ്പിൽ ആ എൻസൈം ഉണ്ടാക്കുന്നു, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ. നോക്കൂ, എന്തൊരു വ്യവസ്ഥയാണ് ഇത്! വായിക്കുമ്പോൾ 2 കൈയും മടങ്ങണില്ലേ കൂട്ടരെ? നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു അതിശയം അത്! ഇതല്ലേ വണ്ടർ ഓഫ് വണ്ടേഴ്സ്? അല്ലാണ്ട് താജ്മഹലാണോ? ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണോ? അപ്പോൾ എൻസൈംസ്, ആവശ്യമുള്ള എൻസൈംസൊക്കെ സ്വയം ഉണ്ടാക്കുകയാണ് ശരീരത്തിൽ. ഉണ്ടാക്കുക മാത്രമോ, അത് വേണ്ട ദിക്കിലേക്ക് എത്തിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ, ആമാശയത്തിലേക്ക് എത്തിക്കുന്നു. അത് എന്തൊരു ലോജിസ്റ്റിക്സാണ്! എവിടെയാണോ എൻസൈം ഉണ്ടാക്കുന്നത് അത് ആമാശയത്തിലാണ് വേണ്ടത്, അത് അങ്ങോട്ട് എത്തിക്കുന്നു. മാത്രം കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, പൊട്ടാഷ്യം, വൈറ്റമിൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്ന ചതുർവിധ ഭക്ഷണത്തിൽ നിന്ന് വേർതിരിച്ച് അതാത് അവയവങ്ങളിലേക്ക് എത്തിക്കുന്നു. വൈറ്റാമിൻ ബി വേണ്ട അവയവത്തിലേക്ക് വൈറ്റാമിൻ സി എത്തിച്ചാൽ പറ്റുമോ? അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എ ഉണ്ടാവും, ഇ ഉണ്ടാവും, ഉ ഉണ്ടാവും, എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും. ഇതൊക്കെ മാറ്റി എടുക്കണ്ടേ? കെമിക്കൽ അനാലിസിസ് ചെയ്ത് എ ഏതൊക്കെയാണ്, ബി അംശം ഏതൊക്കെയാണ്, സി അംശം ഏതൊക്കെയാണ്, ഉ അംശം ഏതൊക്കെയാണ്. അപ്പോൾ വൈറ്റാമിൻ ഉ എങ്ങടാ പോകണ്ടെച്ചാൽ ആ ഊന്ന് വേണ്ട ദിക്കിലേക്ക്, ആ അവയവത്തിലേക്ക് അതിനെ വിടും. ബ്ലഡിലേക്കാണ് വൈറ്റാമിൻ ഉ വേണ്ടത്, എന്നാൽ ബ്ലഡിലേക്ക് വിട്. ബ്ലഡ് എവിടെയാണ് തുടങ്ങേണ്ടത്? ഹാർട്ടിൽ. ആ ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യേ യു. അവിടെ കൊണ്ട് എ കൊടുക്കരുത്. വൈറ്റാമിൻ അവിടെ കൊടുത്ത അപകട, ബ്ലഡ് എടുക്കില്ല. അല്ലെങ്കിൽ ബി എടുക്കരുത്. അല്ലെങ്കിൽ ബി വേണ്ടത് കിഡ്നിയിലാണ്, അങ്ങോട്ട് വിട്. മനസ്സിലായില്ലേ? ഫോസ്ഫറസ് അല്ല, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ഇതൊക്കെ വേർതിരിച്ച് അതാത് സ്ഥലത്ത് എത്തിക്കണ്ടേ? ചില്ലറ പണിയാണോ? നമ്മളെ കൊണ്ട് സഹായിക്കുമോ? ഒരു പച്ചക്കറി എല്ലാം കൂടി കൊറോണ കാലത്ത് മേടിച്ചു കൊണ്ടുവന്നാൽ കാണണം വീട്ടിലെ കോലാഹലങ്ങൾ. അതിനൊക്കെ കഴുകി വേറെയാക്കി, ഉപ്പിട്ട് വിനീഗറിട്ട് കഴുകി ബാഗിലിട്ട് ഇങ്ങോട്ടിട്ട് മാറ്റി എല്ലാം അതാത് പാക്കിലിട്ട് ഫ്രിഡ്ജിലിടണമെങ്കിൽ പാവം വീട്ടമ്മമാർക്ക് 1/2 ദിവസത്തെ പണിയാണ്. അപ്പോൾ ഈ പച്ചക്കറിയുടെ വരവ് ഇങ്ങനെ ഓരോ മണിക്കൂറിൽ 2 മണിക്കൂറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വീട്ടമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതേപോലെയല്ലേ നമ്മുടെ ഉള്ളിലേക്ക് പോണ ഇൻടേക്ക്, എവറി 2 hours സ്നാക്കിങ് അല്ലേ? അപ്പം എന്തൊരു വ്യവസ്ഥയാണത്, എന്തൊരു ഓർഡർലിനെസ് ആണത്. ഇത് വല്ലവരും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? വല്ലവരും പണിമുടക്കുണ്ടോ? ഒന്നുമില്ലല്ലോ. അമിതമായിട്ടുള്ള ചൂട് ശരീരത്തിൽ വരുമ്പോൾ വിശർക്കണു, അമിതമായിട്ടുള്ള തണുപ്പ് ശരീരത്തിന് വരുമ്പോൾ വിറയ്ക്കണു. ആ അലാം സിഗ്നൽസ്, ദോ സംതിങ് റോങ് സംവെയർ കുട്ടാ, എൻജിൻ ഈസ് ഹീറ്റഡ് അപ്പ്, ബി കെയർഫുൾ. അപ്പോൾ നമ്മൾ വിശർക്കുമ്പോൾ അറിയാം നമുക്ക് ചൂട് എവിടെ കൂടിയിട്ടുണ്ടല്ലോ എന്ന്. ആരാണ് ഈ ചൂടൻ, എവിടെ ഈ ചൂടൻ? അതിൻ്റെ പിന്നാലെ പോയി അതിന് വേണ്ട കാര്യങ്ങൾ നോക്കുകയായി. അതേപോലെ തണുപ്പ് വരണമെങ്കിൽ നമ്മൾ വിറയ്ക്കും. ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് സംതിങ് ഇസ് റോങ് ഇൻസൈഡ് അല്ലേ? അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കുറയ്ക്കാനോ വേണ്ടി നമ്മളൊന്ന് കമ്പിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാം ക്ലോത്ത്സ് എടുത്തിട്ടില്ലേ? ഇതൊക്കെ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പോരെ വ്യവസ്ഥാനം എന്നുള്ള പേരിന് അർഹതനാവാൻ? ഒരു വിശാല മനസ്സ് വരില്ലേ നമുക്കിതൊക്കെ ആലോചിക്കുമ്പോൾ? ആലോചിച്ച് നോക്കൂ. അതോ മനസ്സ് ചുങ്ങി ഒരു 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 ചെറിയൊരു എന്താ പറയുക, കടുക്ക പോലെയുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുമോ നമ്മളുടെ മനസ്സ്? അതോ വിശാലമായിട്ടുള്ളൊരു ഭൂമിയിൽ കിടന്ന് കളിക്കുമോ നമ്മളുടെ മനസ്സ്? മനസ്സിന് എക്സ്പാൻഷൻ ഉണ്ടാവുമോ, കോൺട്രാക്ഷൻ ഉണ്ടാവുമോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. മനസ്സിനെ സന്തോഷപ്പെടുത്താനും മനസ്സിന് കുളിർമ കിട്ടാനുള്ള കാര്യങ്ങൾ അതൊക്കെ. ഭഗവാന്റെ സൃഷ്ടി ഒന്ന് നോക്കിയാൽ മതി, വ്യവസ്ഥ ഒന്ന് നോക്കിയാൽ മതി. വിഷ്ണുസഹസ്രനാമം പേരോർത്ത വ്യവസായോ വ്യവസ്ഥാന ആയി. എന്താ കഥ? എന്തൊരു വ്യവസ്ഥയാണ് ഭഗവാൻ ലോകത്തിലപ്പാ അല്ലേ? ഇതൊക്കെ ഒന്നും ഇങ്ങനെ മനസ്സിൽ പോട്ടെ. ഇപ്പോൾ വൈരാഗ്യവും സ്പർദ്ധയൊക്കെ തന്നെ പോവും. അതല്ല നമ്മൾ തൊട്ടേനും പിടിച്ചേനും ഒക്കെ കോപം, വാശി, കുശുമ്പ്, അസൂയ, ദുർമന്ത്രം, മൊശോടത്തരം എന്ന് പറഞ്ഞ പോലെ ഈ വക ഗുണങ്ങളൊക്കെ ഏറ്റി നടന്നു കഴിഞ്ഞാൽ മനസ്സ് ചുക്കിച്ചുളിഞ്ഞ് ഇഞ്ചി ചുക്കായ പോലെ ചുക്കിച്ചുഴിയുള്ളൂ. മനസ്സ് ചുക്കിച്ചുളിഞ്ഞാൽ പിന്നെ അതിന് ഒന്നും കൊള്ളില്ല, നിവർത്താൻ വലിയ പാടാ. കാലണയ്ക്ക് കൊള്ളില്ല മനസ്സ് ചുക്കിച്ചുളിഞ്ഞാൽ. മനസ്സ് എപ്പോഴും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കണം, എവർ റീവൈബ്രേറ്റിംഗ്. അതിന് ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ ചിന്തിക്കണം. നമുക്ക് പോട്ടെ, മറ്റുള്ളവരുടെ ഗുണങ്ങൾ കാണാനുള്ള കഴിവ് നമുക്കില്ല. മറ്റോ നേരെയാവണം നമുക്ക് കണ്ടുകൂടാം. മറ്റവൻ്റെ കഴിവ് നമുക്ക് സഹിക്കില്ല. ഒക്കെ വിട്. സ്വന്തം ഒപ്പം ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യമൊക്കെ വിട്. ഭഗവാൻ എടുക്കൂ. ഭഗവാൻ ചെയ്യണ കാര്യങ്ങളൊന്നും നോക്കുക. എന്നാലെങ്കിലും മനസ്സ് കുളിർക്കട്ടെ, അല്ലെങ്കിൽ കുളിർക്കില്ല. തെക്കേലെ പരമേശ്വരൻ അങ്ങനെ ചെയ്തു പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. ഇല്ലേ? അങ്ങനെയല്ലേ അവളുടെ സ്വഭാവം? എന്ത് വലിയ കാര്യം ചെയ്താലും പിന്നെ ഒരു പുച്ഛം. എന്താവട്ടെ, മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഇപ്പോൾ മൂർത്തിയൊന്നുമില്ല. അത് നേരെയാക്കണമെങ്കിൽ വലിയ പാടാ. അതൊരു വർക്ക്ഷോപ്പ് കയറ്റി കഴിഞ്ഞ് ഒരുപാട് സമയം കിട്ടും തിരിച്ചു വരാൻ. അതുവരെ നമ്മൾ മൈൻഡ്ലെസ് ആയിട്ട് പോകേണ്ടി വരും. അതൊന്നും വേണ്ട, അതങ്ങനെ ഇരിക്കട്ടെ. അതേ സമയത്ത് ഹയർ അതോറിറ്റി ഭഗവാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള വ്യവസ്ഥ ഈ ലോകത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഈ വ്യവസ്ഥയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക, ഇതെല്ലാം തകടം മറിഞ്ഞ് കിടക്കാമെന്ന് വിചാരിക്കുക. വ്യവസ്ഥ ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു വ്യവസ്ഥ തകടം മറിഞ്ഞു എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കുറേ വ്യവസ്ഥകളിലില്ലേ, അതിലേതെങ്കിലും ഒരു വ്യവസ്ഥ തകടം മറിഞ്ഞു എന്ന് വിചാരിക്കുക. എന്താവും മനുഷ്യൻ്റെ ജീവിതം? അങ്ങനെ ഉണ്ടാവണില്ലല്ലോ. അപ്പം എന്താ ആ ശക്തി? അപ്പം ആ ശക്തി എന്താണെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് ഊരിട്ടുള്ള മനസ്സാവാൻ ഒരു വഴിയില്ല. മനസ്സിൽ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ മനസ്സ് വലുതായേ പറ്റൂ. ഇറ്റ് ഹാസ് ടു എക്സ്പാൻഡ്. പ്രകൃതി ഒബ്സർവ് ചെയ്യൂ. പ്രകൃതിയിൽ നിന്ന് നോക്കൂ, കണ്ടുപഠിക്കൂ. നമ്മളുടെ സ്വന്തം ശരീരത്തിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. മനസ്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യൂ സ്വയം.
അതെ, ഇതിനൊക്കെ ഇപ്പം എവിടെ സമയം? ഇത്തെ കാര്യമൊന്നും പറയണ്ട, എൻ്റെ കാര്യം പറയാണ്ടിരിക്കുക നല്ലത്. സമയം എവിടെ സമയമുണ്ടെന്ന്? 24 മണിക്കൂർ പോരാ വെച്ചിട്ടാണ് ഞാൻ നിൽക്കണം. ശരി, സമ്മതിച്ചു. രാത്രി കിടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നീക്കി വെച്ചൂടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്? ബാക്കി നിങ്ങൾ ജീവിക്കുന്നത് മുഴുവൻ അന്യർക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് മുഴുവൻ അന്യർക്ക് വേണ്ടിയിട്ടാണ്. കാര്യം സ്വാർത്ഥാണെങ്കിലും അന്യർക്ക് വേണ്ടിയിട്ട്, അന്യൻ നേരിയാവാൻ വേണ്ടിയിട്ടാണ്. അന്യരെന്ന് ഞാൻ പറയണത് ഞാനല്ലാത്തവരൊക്കെ. അമ്മ നേരിയാവണം, അച്ഛൻ നേരിയാവണം, മക്കൾ നേരിയാവണം, ഭാര്യ നേരിയാവണം, അയൽവാസിയുടെ കാര്യമൊക്കെ വിടുമോ? അയൽവാസി നേരിയാവുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അത് നമ്മൾ ലിസ്റ്റിൽ പെട്ടതല്ല. അച്ഛന് ബുദ്ധിമുട്ടുണ്ടാവരുത്, അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. എന്തിന്? സ്വാർത്ഥതയല്ലേ? അച്ഛനെ നോക്കണം എന്നുള്ളൊരു ധർമ്മബോധം മനസ്സിലുള്ള കാരണം ആ ധർമ്മബോധത്തിനെ ഞാൻ നിലനിർത്തണം എന്നുള്ളൊരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ലേ അച്ഛനെ നോക്കണത്. നല്ലതാണ്, കാര്യം നല്ലതാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെ നോക്കണത്? അല്ലോ. എനിക്ക് എന്ത് താല്പര്യമുള്ള അച്ഛനെ ഞാൻ നോക്കിയിട്ട്? മാനസിക സുഖം എന്നല്ലാണ്ട് എന്ത് താല്പര്യം? എനിക്ക് വേറെ ഒന്നുമില്ല, ഒരു താല്പര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 99% സമയവും നമ്മൾ കളയണത് അന്യർക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ കുറച്ച് സമയമെങ്കിലും, ഒരു ഫ്രാഗ്മെൻ്റ് ഓഫ് എ സെക്കൻഡ്, അതിൽ ഒരു 10 മിനിറ്റ് ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് നമ്മളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടോ? കാര്യം ശരിയാണ്. പ്രസ്പഷ്ടമോതുന്നുണ്ട് അന്യർക്കായി ജീവിപ്പാൻ ഹൃസ്പന്ദ വ്യാജത്തിൽ അന്തര്യാമിൻ. നമ്മളുടെ മനസ്സ് നമ്മളോട് പറയേണ്ട, ഹൃദയത്തുടിപ്പ് നമ്മളോട് പറയേണ്ട അന്യർക്കായിട്ട് ജീവിക്കുക, അന്യർക്കായിട്ട് ജീവിക്കുകയെന്ന്. ശരിയാണ്, അത് ജീവിച്ചോളൂ, ആരും വേണ്ടെന്ന് പറയില്ല. പക്ഷേ അവനവൻ്റെ ഉന്നമനവും നോക്കണ്ടേ? അതല്ലേ ബുദ്ധിപരമായിട്ടുള്ള ജീവിതം. അതിനു വേണ്ടി ജീവിച്ച് അവനവൻ കുട്ടിപ്പാൽ എന്താ പറയുക, കുട്ടിപ്പാൽ എടുക്കാന്നല്ല, ചേറ്റുപാൽ എടുക്കാന്നല്ലോ അതിൻ്റെ അർത്ഥം. അവനവനെയും സംരക്ഷിക്കണം അല്ലേ? അപ്പം അവനവന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് ചിലവഴിച്ചൂടെ? രാത്രി കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പല്ല, കിടങ്ങുന്ന കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഈ പറഞ്ഞ ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ. ഈശ്വരൻ്റെ വ്യവസ്ഥയുടെ വേറൊരു വ്യവസ്ഥ, അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള വ്യവസ്ഥകളെക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. ഒരാഴ്ച എല്ലാ ദിവസവും ഓരോരോ ആംഗിള്, നമ്മുടെ ശരീരഘടനയിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള വ്യവസ്ഥ എന്തൊക്കെയാണ്? നമ്പർ 1 ഡൈജസ്റ്റിംഗ് ഫാക്ടർ, അതൊന്ന് ആലോചിക്കൂ. നമ്പർ 2 അപ്പിയറൻസ് ഫാക്ടർ, അതൊന്ന് ആലോചിക്കൂ. നമ്പർ 3 മൂവ്മെൻറ്റ് ഫാക്ടർ, അതൊന്ന് ആലോചിക്കൂ. അത് കഴിഞ്ഞാൽ ഈ പ്രകൃതിയുടെ വ്യവസ്ഥ, നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ വ്യവസ്ഥ, വാട്ട് കാറ്റഗറി ഓഫ് പീപ്പിൾ ദേ ആർ എന്നൊക്കെ ഒന്ന് ആലോചിക്കൂ. ഇന്ന് കിടന്നുറങ്ങിയ ആളായിരിക്കില്ല നാളെ കാലത്ത് നിങ്ങൾ എണീക്കുമ്പോൾ, ഞാൻ ധൈര്യം പറയാം. ഈ ഒരു അറിവ് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ആളായിരിക്കില്ല നിങ്ങൾ നാളെ, യാതൊരു സംശയവുമില്ല. ട്രൈ ചെയ്തോളൂ, അത് വലിയ കഷ്ടമൊന്നുമില്ലല്ലോ. പറ്റില്ല എന്നുണ്ടെങ്കിൽ മിണ്ടണ്ട, ആരോടും മിണ്ടണ്ട, ആരും കേൾക്കണ്ട, ആരും കാണണ്ട, പറഞ്ഞ പോലെ മിണ്ടാണ്ടായിട്ടിരുന്നുള്ളൂ, നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ കിട്ടിയാലോ അത് വലിയൊരു മുതൽക്കൂട്ടല്ലേ. കിട്ടും, 99.99% ആൾക്കാർക്ക് അത് കിട്ടും. മനസ്സിനെ ഒന്ന് തുറക്കാൻ പറ്റും നമുക്ക്. ഇതിനെയാണ് പറയുക ഇൻട്രോസ്പെക്ഷൻ. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, ഇവിടെ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ. ഇൻട്രോസ്പെക്ഷൻ, അവനവൻ്റെ മനസ്സുകൊണ്ട് അവനവനെ കൊണ്ട് ചിന്തിക്കുക. എൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്തായിരുന്നു, ഈ വ്യവസ്ഥയിൽ പെട്ടതാണോ ഈ പ്രവൃത്തിയൊക്കെ? എന്തെല്ലാം ഞാൻ ചെയ്തു, ചെയ്തതൊക്കെ ശരിയാണോ? ഇന്നിപ്പോൾ ഞാൻ നിഷ്പക്ഷമായിട്ട് ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ചെയ്തത് ശരിയാണോ? അതിൽ വല്ല തെറ്റുമുണ്ടോ?
തെറ്റുണ്ടെങ്കിൽ നാളെ ഇതേപോലൊരു ചുറ്റുപാട് വന്നാൽ ഞാൻ തിരുത്തണ്ടേ? എന്നെക്കൊണ്ട് തിരുത്താൻ പറ്റുമോ? എനിക്കതിന് ശക്തി ഉണ്ടോ? അതോ താൻ ചെയ്തത് ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണോ നിൽക്കണം? ദെൻ കണ്ടിന്യൂ. അങ്ങനെ മനസ്സിന് പരിവർത്തനം വരുത്തുന്നത് വലിയൊരു സാധനയാണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ്. ഒരു നാമവും ചെല്ലണ്ട, ഒരു മന്ത്രവും ജപിക്കേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് സെറ്റ് അപ്പാർട്ട് 10 minutes in your life just before you sleep. മനസ്സിലായോ? അപ്പോൾ അതൊരു ഒന്ന് ട്രൈ ചെയ്യൂ, പറ്റിയാൽ ട്രൈ ചെയ്യൂ, അല്ലെങ്കിൽ വിട്ടോളൂ, വേണ്ടണ്ട. ഓക്കെ. അപ്പോൾ വ്യവസ്ഥാന നാമം വ്യവസ്ഥാന വ്യവസ്ഥാന എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടത് അല്ലേ? ഓക്കെ. അപ്പോൾ വ്യവസ്ഥാന എന്നുള്ള നാമമാണ് ഇപ്പം നമ്മൾ കണ്ടത്. അത് ഒന്ന് അവസാനിപ്പിക്കാം. നാളെ നമുക്ക് സംസ്ഥാന അടുത്ത നാമം നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനേ രക്ഷിക്കണേ.